പരാജിതരുടെ ചരിത്ര സത്യം മനസ്സിലാവുകയില്ല. ഇതാണ് ഞാൻ ചരിത്ര പഠനത്തിൽ കൂടി മനസ്സിലാക്കുന്നത്. ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. 1880-കളിൽ തലശ്ശേരിയിൽ ഡെപ്യൂട്ടി കളക്ടറായി വന്ന ആളായിരുന്നു വില്യം ലോഗൻ. അദ്ദേഹം എഴുതി, ബഹുമാനപ്പെട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതിന് ശേഷമാണ് തലശ്ശേരിയിൽ ജനവാസം ഉണ്ടായത്. എന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡോക്യുമെന്റ്സ്, ഞങ്ങൾ എത്രത്തോളം ഡോക്യുമെന്റ്സ് ശേഖരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ചരിത്രത്തിന് അത് ശക്തി പകരുന്നു എന്നാണ്. വില്യം ലോഗൻ തലശ്ശേരിയിൽ ഡെപ്യൂട്ടി കളക്ടർ ആകുന്നതിന് 150 കൊല്ലം മുമ്പ് തലശ്ശേരിയിലുണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേധാവി ലണ്ടനിലേക്ക് എഴുതി, തലശ്ശേരിയിൽ ഫ്രഞ്ചുകാരും ഡച്ചുകാരും അറബികളും കുരുമുളകിനും ഏലത്തിനുമായി മത്സരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് വേണ്ടത്ര കുരുമുളക് ലഭിക്കുന്നില്ല. അപ്പോൾ കാരണം ലോഗൻ എഴുതുന്നത് വിജയിച്ച കാലത്തെ പേന കൊണ്ടാണ്. സ്റ്റീഫൻ ലോ കുരുമുളക് വാങ്ങാൻ വന്ന കാലത്തെ പേന കൊണ്ട്. ആ രണ്ട് ഡോക്യുമെന്റ് എൻ്റെ കയ്യിലുണ്ട്. വെറുതെ പറയുകയല്ല. മറ്റൊരു വളരെ എന്നെ വ്യസനപ്പെട്ട ഒരു സംഗതി, ആദരണീയനായ ചരിത്രകാരൻ NGS നാരായണൻ ഒരു ചാനലിൽ കുറേ നേരം വിവരിച്ചു അറക്കലിൻ്റെ ചരിത്രം. അതായത് കോലത്തിരിയുടെ മകൾ ഒരു കുളത്തിൽ വീണ് മുങ്ങാൻ പോകുമ്പോൾ അതിലെ പോയ മാപ്പിളെ പാവം കൈപിടിച്ച് രക്ഷപ്പെടുത്തി. അതിൻ്റെ പേരിൽ ജാതിവിഷ്ടായ ആ കോലത്തിരി ആ മാപ്പിള യുവാവിന് വിവാഹം കഴിച്ചു കൊടുത്തു. മനുസ്മൃതി അനുസരിച്ച് അത് പാടില്ലാത്ത തൽക്കാലം വരെ വിവാഹം കഴിച്ചു കൊടുത്തു മാത്രമല്ല ഒരു മുറി ഉണ്ടാക്കുന്നത്ര സ്ഥലം അവർക്ക് രണ്ടും കൊടുത്തു. ആ അറ വികസിച്ചിട്ടാണ് അറക്കലുണ്ടായത്. ഈ കള്ളച്ചരിത്രം പ്രചരിച്ചു. NGS നാരായണന് ഗ്രഹിച്ചത് ബ്രിട്ടീഷുകാരുടെ പേനയിൽ കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് വായിച്ചിട്ട് അറിയപ്പെടുന്ന നമ്മുടെ ഒരു ദിനപത്രത്തിൻ്റെ പത്രാധിപർ അതിനെ ഉദ്ദേശിച്ചുകൊണ്ട് ലേഖനം വെച്ചു. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ 1960-ൽ ചരിത്രകാരനായ PA ഷെയ്ഖ് മുഹമ്മദും മറ്റു 3 പേരും കൂടി എഴുതിയ, അതായത് അറക്കലിൻ്റെ പ്രാചീന ചരിത്രങ്ങളൊക്കെ പഠിച്ചും കൊണ്ട് എഴുതിയ മുസ്ലിം ഡയറക്ട്, അതിൽ അറക്കലിൻ്റെ പ്രാചീന ചരിത്രത്തെപ്പറ്റിയുള്ള വിവരമുണ്ട്. ആ പുസ്തകം ഞാൻ അത്രയും തെറ്റിദ്ധരിപ്പിക്കുക നമ്മുടെ മുസ്ലിം ചരിത്രം. അതുകൊണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞത് വളരെ എനിക്ക് കൃത്യമായി ഡോക്യുമെന്റ്സ്, രേഖകൾ അത് സൂക്ഷിക്കുക, അതാവുന്നത്ര ശേഖരിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുക. ഇത് ചെയ്യണമെന്നാണ് എനിക്ക് പറയുവാൻ. പിന്നെ